ഹായ് ഓൾ, വെൽക്കം ടു ആചാര്യ ഇന്ത്യൻ എക്കണോമി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ എന്താണ് ഗ്രോത്ത് എന്നും എന്താണ് ഡെവലപ്മെൻറ്റ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗ്രോത്ത് സ്റ്റോറി, ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി നമ്മളത് നോക്കുകയായിരുന്നു. 1991 മുൻപേ ഉള്ള ഗ്രോത്ത് സ്റ്റോറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകാം വേഗത്തിലൊന്ന്. നമ്മൾ 1991 മുൻപേ ഉള്ള ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഗ്രോത്ത്, അതായത് നമ്മളൊരു പ്ലാനിങ് ചെയ്ത് ഗ്രോത്തിന് വേണ്ടി ശ്രമിച്ച സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ഇൻഡസ്ട്രിയലൈസേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് വ്യവസായവൽക്കരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള ആ വ്യവസായവൽക്കരണത്തിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ് സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്തതുപോലെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതായത് എന്താ പറയുക, ഹെവി സ്റ്റേറ്റ് കൺട്രോൾ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക വ്യവസായ സ്ഥാപനങ്ങളും തുടങ്ങുന്നതും സർക്കാർ തന്നെയായിരുന്നു. സർക്കാർ തന്നെ മുൻകൈയെടുത്തുകൊണ്ടിരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല എന്നല്ല, അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഒരു ഹെവി സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ലൈസൻസ് രാജ് പോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഒരുപാട് ലൈസൻസും ഒരുപാട് പെർമിറ്റൊക്കെ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖല ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഏറ്റെടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അത് ഏറ്റെടുത്തത് മൊത്തം സർക്കാർ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. അതുപോലെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ പിറന്ന് വീണ രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഒക്കെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തത്, നമ്മൾ മുന്നോട്ട് വെച്ച ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മൾ ഫോക്കസ് ചെയ്തത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതായത് തൽക്കാലം നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് കുറച്ച് നമ്മൾ സ്വയം പര്യാപ്തത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമുക്ക് അത് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ എയിം ചെയ്തത്. അല്ലാതെ നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കി അത് എക്സ്പോർട്ട് ചെയ്യുക എന്ന രീതിയിലേക്കുള്ള ഫോക്കസ് ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമാണ് നമ്മൾ എയിം ചെയ്തത്. അത് പ്രൊട്ടക്ഷനിസം മുതൽ ഇമ്പോർട്ടൻ്റ് ആയത്. ദാറ്റ് മീൻസ് നമ്മളെ ഇൻഡസ്ട്രീസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു. ദാറ്റ് മീൻസ് വിദേശത്തുള്ള ഇൻഡസ്ട്രീസിനൊന്നും ഇന്ത്യയിൽ വന്ന് ഉൽപ്പാദനം തുടങ്ങാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ബൗണ്ടറി സീൽഡ് ആയിരുന്നു. വിദേശത്തുള്ള സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇന്ത്യയിൽ വന്ന് പ്രൊഡക്ഷൻ നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി അവരുമായി കോമ്പറ്റീറ്റ് ചെയ്യാൻ കഴിയില്ല, അത് തകർന്നു പോകും എന്നതുകൊണ്ട് നമ്മളെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നടപടി കൂടി നമ്മൾ അത്തരത്തിൽ സ്വീകരിച്ചു. ഇത്തരത്തിൽ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുക എന്തായിരിക്കും? ലിറ്റിൽ കോമ്പറ്റീഷൻ ആയിരിക്കും, കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം മറ്റു വിദേശത്തുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്യേണ്ട അവസ്ഥ നമുക്ക് വരുന്നില്ല. സോ ലിറ്റിൽ കോമ്പറ്റീഷൻ ആയിരുന്നു, ഹെവി സ്റ്റേറ്റ് കൺട്രോൾ ആയിരുന്നു, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് നമ്മൾ എയിം ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഇൻഡസ്ട്രിയലൈസേഷനാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഗ്രോത്ത് അവിടെ കുറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മൾ എയിം ചെയ്ത ഗ്രോത്ത് അവിടെ കുറഞ്ഞു. കാരണം എല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നു, സർക്കാർ കൺട്രോളിലാണ്. അപ്പം സർക്കാരിൻ്റെ രീതിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമേ വളരുന്നുള്ളൂ. പ്രൈവറ്റിന് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല. വരുന്ന സാധനങ്ങൾക്ക് തന്നെ ലിറ്റിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു സംവിധാനം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഗ്രോത്ത് അവിടെ കുറഞ്ഞ സാഹചര്യം ഉണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോത്ത് എയിം ചെയ്തത് ഇൻഡസ്ട്രിയലൈസേഷനിൽ കൂടിയായിരുന്നു. എങ്ങനെയുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ? ഹെവി സ്റ്റേറ്റ് കൺട്രോൾ ഉള്ള ഇൻഡസ്ട്രിയലൈസേഷനിൽ കൂടിയാണ് നമ്മൾ ഗ്രോത്ത് എയിം ചെയ്തത്. പക്ഷേ അവിടെ ഗ്രോത്ത് കുറഞ്ഞ സാഹചര്യം ഉണ്ടായി. പക്ഷെ നമ്മൾ ഗ്രോത്ത് മാത്രമല്ല, ഡെവലപ്മെൻറ്റ് നമ്മൾ എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെവലപ്മെൻറ്റ് നമ്മൾ എയിം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു മെക്കാനിസമാണ് മുന്നോട്ട് വെച്ചത്. അതായത് സർക്കാർ വെൽഫെയർ സ്കീംസ് നടപ്പാക്കുക, കയ്യിലുള്ള അതായത് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ടാക്സ് വെൽഫെയർ സ്കീംസിലൂടെ ജനങ്ങൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന സംവിധാനമാണ് മുന്നോട്ട് വെച്ചത്. ലാൻഡ് റിഫോം നടപ്പാക്കാൻ ശ്രമിച്ചു, പക്ഷേ അതും പരാജയപ്പെട്ടു. കേരളം, ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ് ലാൻഡ് റിഫോം നടപ്പായത്. പിന്നീട് സബ്സിഡി, ഫുഡ്, ഫെർട്ടിലൈസർ, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പോലെയുള്ള കാര്യങ്ങൾ, ഫുഡ് വാങ്ങാൻ മീൻസ് സാമ്പത്തികമായി അധികം പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു ഭൂരിഭാഗം പേരും. അവർക്കൊക്കെ കുറഞ്ഞ എമൗണ്ടിൽ, കുറഞ്ഞ തുകയിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. PDS സിസ്റ്റം വഴി സോഷ്യൽ വെൽഫെയർ സ്കീംസ് നടപ്പാക്കി, റിസർവേഷൻ പോളിസികൾ നടപ്പാക്കി. ഇങ്ങനെയൊക്കെ നമ്മൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കിക്കേ, ഇത് റീഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം ഇത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ടാണ്. അപ്പം കാണാത്തവർ കഴിഞ്ഞ എപ്പിസോഡോട് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ റീഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. കാരണം റീഡിസ്ട്രിബ്യൂഷൻ മീൻസ് നമ്മൾ സർക്കാർ കളക്ട് ചെയ്ത ടാക്സ് എന്താ പറയുക,
ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ആവശ്യക്കാർക്ക് അർഹതയുള്ളവർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് എന്താ പറയുക PDS ആയിട്ടും അങ്ങനെ അതായത് ക്ഷേമ പദ്ധതികളായിട്ടൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നമ്മൾ എന്താ പറയുക ഡെവലപ്മെൻറ്റ് കൂടി നമ്മൾ ഫോക്കസ് ചെയ്തു. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ലാൻഡ് ഇല്ലാത്തവർക്ക് ലാൻഡ് കൊടുക്കുന്നു, ഓക്കെ, ലാൻഡ് റിഫോമിൽ കൂടി ഫുഡ് പട്ടിണി കിടക്കുന്നത് ഇല്ലാതാക്കുന്നു, ഫുഡ് സബ്സിഡി കൊടുത്തുകൊണ്ട് PDS സിസ്റ്റത്തിൽ കൂടിയും ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തുകൊണ്ട് പട്ടിണി ഇല്ലാതാക്കി കുറയ്ക്കുന്നു. സോ റിസർവേഷൻ പോളിസികൾ കൂടി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. സോ ഇത്തരത്തിലൊക്കെ എന്താണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾക്കും നമ്മൾ മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. റീഡിസ്ട്രിബ്യൂഷനിൽ കൂടി, അതായത് കളക്ട് ചെയ്ത ടാക്സ് ഇത്തരത്തിൽ സബ്സിഡി ആയിട്ടൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ വെൽഫെയർ അല്ലെങ്കിൽ ജനങ്ങളുടെ ഡെവലപ്മെന്റ് കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഈ ഡെവലപ്മെന്റും വലിയ രീതിയിൽ നടന്നില്ല. അത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നോക്കിക്കേ, ഗ്രോത്ത് വാസ് ടു ലോ. അവിടെ ഗ്രോത്ത് നമ്മൾ കണ്ടു വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ ഫോക്കസ് ചെയ്ത ഇൻഡസ്ട്രിയലൈസേഷൻ വഴിയുള്ള ഗ്രോത്ത് കുറവായിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പം കുറഞ്ഞ ഗ്രോത്താണ് നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് കുറവായതുകൊണ്ട് റീഡിസ്ട്രിബ്യൂഷനും അതിൻ്റെതായ രീതിയിൽ നടന്നില്ല. മാത്രമല്ല ലീക്കേജും അതുപോലെ കറപ്ഷനും ഒക്കെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെൽഫെയർ സ്കീംസ് പോലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. സോ ഓവറോൾ എങ്ങനെ സംഭവിച്ചു? നമ്മൾ ഗ്രോത്തും കുറഞ്ഞ സാഹചര്യം ഉണ്ടായി, ഡെവലപ്മെൻറ്റും കുറവായിരുന്നു. പ്രീ 1991 മുൻപേ ഉള്ള സാഹചര്യമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ലോ ഗ്രോത്തും ആയിരുന്നു, ലോ ഡെവലപ്മെൻറ്റും ആയിരുന്നു. സോ ലോ ഗ്രോത്തിൻ്റെ കാരണം നമ്മൾ കണ്ടു, ലോ ഡെവലപ്മെൻറ്റിൻ്റെ കാരണവും കണ്ടു. ഓക്കെ, സോ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ 1991 മുമ്പേ ഉള്ള സിറ്റുവേഷനാണ് കണ്ടത്. ഇതേ കാലഘട്ടത്തിൽ നമുക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഗ്രോത്ത് സ്റ്റോറി ഉണ്ട്. നമുക്കത് എക്സാമ്പിൾ അല്ലെങ്കിൽ കേസ് സ്റ്റഡി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നോക്കിക്കേ, ഈസ്റ്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് മോഡൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തായ്വാൻ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇതേപോലുള്ള ഗ്രോത്ത് സ്റ്റോറി നോക്കുകയാണെങ്കിൽ അവർ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നോക്കിക്കേ, അവരും സ്റ്റേറ്റ് ലെഡ് ഗ്രോത്ത് തന്നെയാണ് മുൻഗണന കൊടുത്തത്. ഗ്രോത്തിന് അവരും ഫോക്കസ് ചെയ്തത് സ്റ്റേറ്റ് ലീഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്, സ്റ്റേറ്റ് ലീഡ് ചെയ്യണമെന്ന് തന്നെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. സ്റ്റേറ്റ് ആണ് നമ്മുടെ ഗ്രോത്ത് ലീഡ് ചെയ്തത്. എങ്ങനെ സ്റ്റേറ്റ് ചെയ്തത്? സ്റ്റേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എന്നിട്ട് ആ വ്യവസായവൽക്കരണം സ്റ്റേറ്റ് സ്വയം ഏറ്റെടുക്കുകയും പ്രൈവറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു അല്ല. അങ്ങനെയും സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ രാജ്യത്തും ഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്, മീൻസ് ലീഡ് ചെയ്തത്. ഇവിടെയും സ്റ്റേറ്റ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് ഗൈഡ് ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റേറ്റ് ഗൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. സ്റ്റേറ്റ് ഗൈഡ് ചെയ്യുന്നു, സ്റ്റേറ്റ് ഇൻഫാന്റ് ആയിട്ടുള്ള അതായത് കുഞ്ഞു വ്യവസായ സ്ഥാപനങ്ങൾ വളർന്നതിനും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതല്ലാതെ സ്റ്റേറ്റ് എന്താ പറയുക പ്രൈവറ്റ് വ്യക്തികൾ തുടങ്ങുന്ന വ്യവസായ സ്ഥാപനങ്ങളെ ഒന്നും തടയാനോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നമ്മൾ ചെയ്ത പോലെ ഒരുപാട് ലൈസൻസ്ഡ് ആയ സംവിധാനമൊന്നും വെച്ചില്ല, അവരെ കൂടി പ്രോത്സാഹിപ്പിച്ചു. സോ അങ്ങനെ പ്രൈവറ്റും അതേപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിൽ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ വളർന്നു വരികയും അതിനെ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുകയും സ്റ്റേറ്റ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായത് പ്രൈവറ്റിനെ തഴഞ്ഞുകൊണ്ടായിരുന്നില്ല മുന്നോട്ട് പോയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കോമ്പറ്റീഷൻ വരികയും പരസ്പരം പ്രൈവറ്റ് ആകുമ്പോൾ നമുക്കറിയാം പരസ്പരം അങ്ങോട്ട് മത്സരിക്കുകയും കോമ്പറ്റീഷൻ വരികയും അവിടെ സ്റ്റേറ്റ് ലെഡ് ഗ്രോത്ത് പ്രാക്ടിക്കൽ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ദാറ്റ് മീൻസ് അവിടെ സ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് വ്യവസായവൽക്കരണം സ്റ്റേറ്റ് ഏറ്റെടുക്കുകയല്ല ചെയ്തത്, മറിച്ച് സ്റ്റേറ്റ് ഇവരെ ഈ പറയുന്ന പ്രൈവറ്റ് മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ വളർത്താൻ ശ്രമിച്ചു. സോ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനിൽ കൂടി അവിടെ അവർ ഉദ്ദേശിച്ച ഗ്രോത്ത് വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ വന്നു. നോക്കിക്കേ, അതിനപ്പുറത്ത് അവർ എയിം ചെയ്തത് പ്രൊമോട്ട് എക്സ്പോർട്ടായിരുന്നു. നമ്മുടെ പോലെ നമ്മൾ ചെയ്തതുപോലെ തൽക്കാലം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഫോക്കസ് അല്ല, മറിച്ച് ഇത് വ്യവസായവൽക്കരണം ഹെവി രീതിയിൽ നടക്കുകയും വ്യവസായ ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്ക് വേണ്ടി മാത്രം ഉൽപ്പാദിപ്പിക്കുകയല്ല, മറിച്ച് അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ തലത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയും എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെഡ് ആയിട്ടുള്ള ഗ്രോത്ത് അവിടെ സക്സസ് ആവുകയും ചെയ്തു അല്ലേ. സോ സ്റ്റേറ്റ് ലെഡ് ഗ്രോത്ത് നമ്മൾ അവിടെ പരാജയപ്പെട്ട സ്റ്റേറ്റ് ലെഡ് ഗ്രോത്ത് ഇവിടെ പോസിറ്റീവായി, ദാറ്റ് മീൻസ് ഇവിടെ സക്സസ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടായി. മാത്രമല്ല അഗ്രിഗേറിയൻ റീഫോംസ് അവിടെ സക്സസ് ആയി. നമ്മൾ ലാൻഡ് റീഫോം നടത്തുന്നത് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലാൻഡ് റീഫോം നമ്മുടെ രാജ്യത്ത് വേണ്ട രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചില്ല. ഇവിടെ അതും കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചു. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹെവി ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ ക്യാപിറ്റലിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ അതായത് ക്ഷേമ പദ്ധതികൾ, റിസർവേഷൻ പോളിസികൾ അല്ലെങ്കിൽ PDSലൂടെ ഭക്ഷ്യധാന്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ഒരുപാട് ഫണ്ട് അവിടെ ചെലവഴിക്കുന്ന അതിന് പകരം അത് ചെലവഴിച്ചില്ലെന്നല്ല, അതിനേക്കാളും കൂടുതൽ ഫോക്കസ് അല്ലെങ്കിൽ അതേപോലെ ഫോക്കസ് അവർ ഹ്യൂമൻ ക്യാപിറ്റലിലും കൊടുത്തു, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യുന്നതിന് കൊടുത്തു, അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ്
സ്കൂൾസ് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുകയും എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരുപാട് സ്കൂളുകൾ തുടങ്ങിയിട്ട് ഒരുപാട് സ്കിൽ സെന്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് ഫണ്ട് ചെലവഴിക്കുകയും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അതും കൂടാതെ ഹെൽത്ത് സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്തു. ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഹെൽത്ത് സെക്ടറിൽ വന്നു. ഒരുപാട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊണ്ടുവന്നു, ഒരുപാട് ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നു. ഈ രീതിയിൽ ഹെൽത്ത് മേഖലയിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഈ സമയത്ത് തന്നെ വലിയ രീതിയിൽ ഫോക്കസ് കൊടുക്കുകയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്തു. റീഡിസ്ട്രിബ്യൂഷന് പകരം അവർ അത്രയും കൂടി എമൗണ്ട് അല്ലെങ്കിൽ അതുപോലൊരു എമൗണ്ട് എന്തിനോട് സ്പെൻഡ് ചെയ്തു? ജനങ്ങളുടെ വിദ്യാഭ്യാസം നിലവാരം ഉയർത്തുന്നതിനും ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനും ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഓവറായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. അതിന്റെ ഫലമായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ആരോഗ്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള വരും തലമുറ വളർന്നു വന്നു. സ്വാഭാവികമായിട്ടും അത് ഡെവലപ്മെന്റിലേക്കും ഗ്രോത്തിലേക്കും തുടർന്ന് ഡെവലപ്മെന്റിലേക്കും എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. സോ ഇത്തരത്തിൽ സ്റ്റേറ്റ് ലെഡ് ഒരു ഗ്രോത്ത് നടക്കുകയും അതിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് അല്ലാണ്ട് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യാതെ സ്റ്റേറ്റ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് സപ്പോർട്ടറായിട്ട് മാറുകയും അഗ്രിഗേറ്റഡ് റിഫോം നടപ്പാക്കുകയും ഒപ്പം ഹ്യൂമൻ ക്യാപിറ്റലിൽ വൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്തതോട് കൂടിയിട്ട് നല്ല ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള വരും തലമുറ വളർന്നു വരികയും അവർ അത് മുഖേന നല്ല ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. നോക്കിക്കേ, ഏതാണ്ട് 7 to 10% ഗ്രോത്ത് അതവർക്ക് ആ സമയത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. മാത്രമല്ല എക്സ്പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. അവർ ഇൻഡസ്ട്രിയലൈസേഷന് വ്യവസായവൽക്കരണത്തിന് വ്യവസായ ഉൽപ്പന്നങ്ങൾ വ്യവസായ ഉൽപ്പാദനത്തിന് മുൻഗണന കൊടുത്തപ്പോൾ അത് ജസ്റ്റ് നമ്മളെപ്പോലെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടല്ല, ഇമ്പോർട്ട് തൽക്കാലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എക്സ്പോർട്ട് ചെയ്യണം എന്ന തലത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ എക്സ്പോർട്ട് വളരുകയും എക്സ്പോർട്ട് വളർന്നതിലൂടെ ഉണ്ടാവുന്ന ഗ്രോത്ത്, എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത്, ഒരുപാട് കയറ്റി അയക്കാൻ നമുക്ക് അതിനനുസരിച്ചുള്ള ഡോളേഴ്സ് കിട്ടുകയും മീൻസ് വരുമാനം കിട്ടുകയും അത് വളർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്തു. സോ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്തു. നോക്കിക്കേ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ സ്റ്റേഷൻ ഒരു ഡെവലപ്മെന്റ് മോഡൽ നമുക്ക് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിന് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തുകൊണ്ട് എന്താ പറയുക അവർ മുന്നോട്ട് പോയ സിറ്റുവേഷൻ ഉണ്ടായി. ഓക്കെ, സോ ആ ഒരു 1990 മുൻപുള്ള ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1990 ആയപ്പോഴേക്ക് തന്നെ നല്ല ഗ്രോത്തും നല്ല ഡെവലപ്മെൻറ്റും കാഴ്ചവെക്കാൻ നമ്മുടെ ഈ സ്റ്റേഷൻ പല രാജ്യങ്ങൾക്കും കഴിഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായി. ഓക്കെ, അപ്പം ഇതൊരു മോഡൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതൊക്കെ 1990s മുമ്പെയുള്ള കാലഘട്ടമാണ്. ഇന്ത്യയുടെയും ഈ സ്റ്റേഷൻ മോഡൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ 1990 ശേഷം ഇന്ത്യയിൽ സംഭവിച്ചത് എന്താണ് നോക്കുക. 1991 മുതൽ 2010 വരെ ഉള്ള ഒരു ലിബറലൈസേഷൻ ആണ്. 2010 അല്ല, ഇപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇതിന് ശേഷം 1990 ശേഷം ഇന്ത്യയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതിന് കാരണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടായി സംഭവിച്ചത് ഒരു എന്താ പറയുക, നമുക്കറിയാം നമ്മുടെ ലൈസൻസ് രാജ്യം പോലുള്ള സംവിധാനമായിരുന്നു വ്യവസായവൽക്കരണത്തിൽ നമ്മളെ തടഞ്ഞു വെച്ചത്, നമ്മളെ ഗ്രോത്തിനെ തടഞ്ഞു വെച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അതും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് 1991 ആയപ്പോഴേക്കും ഒരു വലിയ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്നു. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്താണെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും. ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് നമുക്ക് വന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു ചുരുക്കുരൂപം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് വേണം. ദാറ്റ് മീൻസ് നമുക്ക് ഡോളേഴ്സ് വേണം അല്ലെങ്കിൽ ഫോറിൻ കറൻസി വേണം. ഈ ഫോറിൻ കറൻസി ആവശ്യത്തിന് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നു. സോ നമുക്ക് ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ പോലും പണം ഇല്ലാത്ത സിറ്റുവേഷൻ വന്നു. ഇതൊരു വലിയ ക്രൈസിസ് ആണ്. ഈ ക്രൈസിസ് മറികടക്കാൻ നമ്മൾ IMF പോലുള്ള എന്താ പറയുക സ്ഥാപനങ്ങളിൽ നിന്നും പണം കടമെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പണം കടമെടുക്കുന്നതിൽ കൂടി നമ്മൾ ആ സിറ്റുവേഷൻ തൽക്കാലം മറികടക്കാൻ ശ്രമിച്ചതിലും കൂടിയിട്ടും ഇനി നമ്മളെ എക്കണോമി റീഫോം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്തരം സിറ്റുവേഷനിലേക്ക് നമ്മൾ വീണ്ടും ചെന്നെത്തും. അത് തിരിച്ചറിഞ്ഞിട്ട് 1990s നമ്മുടെ PV നരസിംഹ റാവുവിൻ്റെയൊക്കെ നേതൃത്വത്തിലും അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, ഇവരുടെയൊക്കെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ 1991 എക്കണോമിക് റീഫോം സ്റ്റാർട്ട് ചെയ്തു. എക്കണോമിക് റീഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ എക്കണോമിയെ കംപ്ലീറ്റ്ലി റീഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളെ എക്കണോമിക് പോളിസികളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ആ ഒരു റീഫോമിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ പറയാറ് LPG റീഫോം എന്നാണ്. LPG റീഫോം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇതാണ് LPG റീഫോം എന്ന് പറയുന്നത്. ചെയ്ത് നോക്കിക്കേ, ഇതിന്റെ ഭാഗമായി നമ്മൾ ലിബറലൈസേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, പ്രൈവറ്റൈസേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, ഗ്ലോബലൈസേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ LPG റീഫോം എന്ന് നമ്മൾ പറയുന്നത്. സോ അന്നുണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ എക്കണോമിയെ റീഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു 1991 ശേഷം.
ഓക്കെ, അതിന്റെ ഭാഗമായി നമ്മൾ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും നമ്മുടെ എക്കണോമിയിൽ നടപ്പാക്കി. സോ എന്താണ് ലിബറലൈസേഷൻ? നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മുൻപേ 1991 മുൻപേ നമ്മുടെ എക്കണോമി എന്ന് പറയുമ്പം അത് ഹെവി സ്റ്റേറ്റ് ലെഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് ഒരു വ്യവസായ സ്ഥാപനം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഹെവി ലൈസൻസിങ് സമ്പ്രദായം ഉണ്ടായിരുന്നു, ഒരുപാട് പെർമിറ്റുകൾ വാങ്ങേണ്ടിയിരുന്നു. അങ്ങനെയൊക്കെ അവരെ ഹെവി റെഗുലേറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ആ റെഗുലേഷൻ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അവരെ ലിബറലൈസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇനി വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാം, ഒരുപാട് ലൈസൻസിന്റെ ഒന്നും പിറകെ പോകേണ്ട കാര്യമില്ല. പ്രൈവറ്റ് ഫേംസിന് ഈസി ആയിട്ട് വ്യവസായവൽക്കരണത്തിലേക്ക് വ്യവസായ മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കും. സോ അത്തരത്തിൽ അവരെ പ്രൈവറ്റ് ഫേംസിനെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ലൈസൻസും പെർമിറ്റും ഒക്കെ റെഗുലേഷനൊക്കെ കുറച്ച് കൊടുത്തുകൊണ്ട് ലിബറലൈസ് ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. സോ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഫേംസും കൂടി എവിടേക്ക് വന്നു? ഉൽപ്പാദന മേഖലയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന് പ്രൈവറ്റൈസേഷൻ. നമുക്കറിയാം മുൻപ് നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗവൺമെന്റിൻ്റെതായിരുന്നു, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലുള്ളതായിരുന്നു. സോ അത് നമുക്കറിയാം. അങ്ങനെ വന്ന സമയത്ത് കുറെ കഴിഞ്ഞപ്പോൾ 1990 ആയപ്പോഴേക്കും 80 ശേഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികൾ, വ്യവസായ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. സോ അവരുടെ ഷെയർ ഒക്കെ പ്രൈവറ്റിന് കൊടുത്തുകൊണ്ട് പ്രൈവറ്റൈസേഷൻ നടന്നു. സോ അങ്ങനെ പ്രൈവറ്റിന് ഷെയർ കൊടുത്ത സമയത്ത് സർക്കാരിന് ഫണ്ട് രൂപീകരിക്കുന്നത് മാത്രമല്ല, അത്തരം വ്യവസായ സ്ഥാപനങ്ങൾ കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ടും കുറെ കൂടി കോമ്പറ്റേറ്റീവ് ആയിട്ടും വളരുന്ന സാഹചര്യം ഉണ്ടായി. സോ കുറെ മേഖല കൂടി പ്രൈവറ്റിന് തുറന്നു കൊടുത്ത സാഹചര്യം ഉണ്ടായി. മിക്ക മേഖലകളും സർക്കാർ മാത്രമേ പാടുന്ന അവസ്ഥയിൽ നിന്നും പല മേഖലകളും പ്രൈവറ്റിന് കൂടി ഓപ്പൺ ആക്കി കൊടുത്തു. സോ നിങ്ങളും കൂടി വന്ന് ഈ മേഖലയിൽ ഉൽപ്പാദനം നടത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പം ഒരുപാട് പ്രൈവറ്റ് ഫേംസും കൂടി അത്തരം മേഖലയിൽ കടന്നു വരികയും അവിടെ അവർ ഉൽപ്പാദനം തുടങ്ങുകയും ചെയ്തു. സോ ആ തരത്തിലും ഉൽപ്പാദനം വളർന്ന സാഹചര്യം ഉണ്ടായി പ്രൈവറ്റൈസേഷൻ കൊണ്ടും. നെക്സ്റ്റ് ആയിരുന്നു ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലേ. നോക്കിക്കേ, ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം മീൻസ് നമ്മുടെ എക്കണോമിയെ തുറന്നു കൊടുക്കുക. നമ്മൾ കണ്ടു 1991 മുൻപേ നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷനിസ്റ്റ് നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. ദാറ്റ് മീൻസ് വിദേശത്തുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിന് ഇന്ത്യക്കകത്ത് കടന്നു വന്ന് ഉൽപ്പാദനം നടത്താൻ കഴിയുമായിരുന്നില്ല. അത് നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇന്ത്യക്കകത്തുള്ള ഉൽപ്പാദകർക്ക് അവരുമായി കോമ്പറ്റീറ്റ് ചെയ്യാൻ കഴിയില്ല, മത്സരിക്കാൻ കഴിയില്ല എന്ന പേടി കൊണ്ടായിരുന്നു. അത് നമ്മൾ മറികടന്നു. അത് നമ്മൾ എന്താ പറയുക, ശ്രദ്ധിക്കാൻ നമ്മൾ ആ കാര്യമാക്കാതെ നമ്മളിപ്പം ഗ്ലോബലൈസേഷൻ സ്വീകരിച്ചു. ദാറ്റ് മീൻസ് നമ്മുടെ എക്കണോമിയെ ഓപ്പൺ ആക്കി കൊടുത്തു, നമ്മുടെ മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തു. ദാറ്റ് മീൻസ് ഇപ്പം എന്ത് ചെയ്യാം? വിദേശ കമ്പനികൾക്കും ഇന്ത്യക്കകത്ത് വന്നിട്ട് ഉൽപ്പാദനം തുടങ്ങാവുന്ന സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഒരുപാട് വിദേശ കമ്പനികൾ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ സ്ഥാപനത്തിന്റെ ഉൽപ്പാദനം ഇന്ത്യക്കകത്ത് തുടങ്ങി. അവരുടെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി, അവർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം ഒരുപാട് പേർക്ക് അത്തരം സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുകയും ഇന്ത്യക്കാരായിട്ടുള്ള ജോലി കിട്ടുന്ന സാഹചര്യം വന്നു. മാത്രമല്ല അത്തരം ഫേംസ് കൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഉൽപ്പാദനം ആരംഭിച്ചപ്പോൾ നമ്മുടെ ഉൽപ്പാദകർക്ക് ഒരു കോമ്പറ്റീഷൻ വരികയും നമ്മുടെ ഉൽപ്പാദകർ അവരുമായി കോമ്പറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും നമ്മുടെ ഉൽപ്പാദകരും അതനുസരിച്ച് വളരുകയും ചെയ്തു. സോ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും വളർച്ചയുണ്ടാവും എന്ന രീതിയിൽ നമ്മൾ കൂടി നമ്മുടെ സ്ഥാപനങ്ങളിൽ കൂടി വളരുന്ന സിറ്റുവേഷൻ ഉണ്ടായി. മാത്രമല്ല ഒരുപാട് FDI വന്നപ്പോൾ FDI മീൻസ് ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യക്കകത്ത് ഉൽപ്പാദനം തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായി. സോ ഇത്തരത്തിൽ ഗ്ലോബലൈസേഷനും നമ്മുടെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യിപ്പിച്ചു. സോ 1991 വന്ന ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ LPG റീഫോം നടപ്പാക്കിയതോടെ നമ്മുടെ എക്കണോമി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യപ്പെട്ടു, നമ്മുടെ എക്കണോമി വളരാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അത് റിയലി നമ്മൾ വളരുന്ന സിറ്റുവേഷൻ ഉണ്ടായി. നോക്കിക്കേ, ഇതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലം എന്ന് പറയുമ്പം 1991 2010 വരെയുള്ള ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രോത്ത് റേറ്റ് നമ്മൾ കണ്ടു. മുമ്പ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ലോ ഗ്രോത്ത് റേറ്റ് കാണിച്ചിടത്തു നിന്നും ഇപ്പം അങ്ങനെ നമ്മൾ പറയാറില്ല, റേറ്റിൽ നിന്നും അത് 3.5 പോലെ വരുന്ന ഒരു ലോ ഗ്രോത്തിൽ നിന്നും ഈ ഒരു കാലഘട്ടം ആയപ്പോൾ നമ്മുടെ ആവറേജ് ഗ്രോത്ത് 7 to 8% എത്തി. റീഫോം നമ്മൾ ഫലം കണ്ടു തുടങ്ങി. IT സർവീസ് ബൂം ചെയ്യാൻ തുടങ്ങി, മാനുഫാക്ചറിംഗ് സെക്ടർ ബൂം ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇതൊക്കെ ബൂം ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇതെല്ലാം വളരാൻ വേണ്ടി തുടങ്ങി. സോ നമ്മൾ LPG റീഫോം ഉൾപ്പെടെ LPG റീഫോം എന്ന് പറയുമ്പം നമ്മൾ ഈ കണ്ട 3 കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് റീഫോംസ് നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട്. സോ ഇത്ര റീഫോമിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ എക്കണോമി വലിയ രീതിയിൽ മാറാൻ വേണ്ടി തുടങ്ങി. സോ ഏതാണ്ട് 7.8% എന്ന ഗ്രോത്ത് റേറ്റിലേക്ക് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്തിത്തുടങ്ങി. ഡെവലപ്മെന്റ് മാറി തുടങ്ങി. നോക്കിക്കേ, പോവേർട്ടി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 1993 45% ഉണ്ടായിരുന്നിടത്തു നിന്നും ഇപ്പം 2010 ആയപ്പോഴേക്കും അത് ഏതാണ്ട് 30% എത്തിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏതാണ്ട് വളരെ പോവേർട്ടി കുറഞ്ഞ ഏതാണ്ട് 5% എത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ ആ പോവേർട്ടി എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
ലിറ്ററസി ഇംപ്രൂവ് ചെയ്യപ്പെട്ടു. 1991 58% ആയിരുന്നിടത്തുനിന്നും 2011 ആയപ്പോഴേക്കും അത് 74% എന്ന രീതിയിലേക്ക് ലിറ്ററസി ഉയർന്നു. ലൈഫ് എക്സ്പെക്ടൻസി ഇംപ്രൂവ് ചെയ്തു. 1991 59 ഇയേഴ്സ് എന്നുള്ളത് 2010 ആയപ്പോഴേക്കും 68 ഇയേഴ്സ് എന്ന രീതിയിലേക്ക് ലൈഫ് എക്സ്പെക്ടൻസി വളർന്നു. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായി. സോ 1991 തുടങ്ങിയ നമ്മുടെ എക്കണോമിക് റീഫോമിന്റെ ഫലമായി നമ്മൾ വലിയ രീതിയിൽ നമ്മൾ ഗ്രോത്ത് കാണിക്കുന്ന രാജ്യമായിട്ട് മാറി. അറ്റ് പ്രസന്റ് ലോകത്ത് ഏറ്റവും വേഗത്തിൽ ഗ്രോത്ത് ഉള്ള, ഏറ്റവും വേഗത്തിൽ വളരുന്ന, ഏറ്റവും വേഗത്തിൽ GDP ഗ്രോത്ത് കാണിക്കുന്ന രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യ നിലനിൽക്കുന്നു. സോ ഈ റീഫോം അതിന് തുടക്കം കുറിച്ചതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഗ്രോത്ത് എന്താണെന്നും ഡെവലപ്മെന്റ് എന്താണെന്നുമുള്ള കാര്യം ഏകദേശം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാകുന്നിരിക്കുന്നു. ഗ്രോത്തിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണണം. ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് എന്താണെന്നും കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അത് രണ്ടിനും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി അതെങ്ങനെയായിരുന്നു 1990 മുൻപും 1990 ശേഷവും എന്നുള്ളത് ഒരു ഓവറോൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ബാക്കി ഇനി പല വിഷയങ്ങൾ വരുമ്പോഴും ഇതിൻ്റെയൊക്കെ ഈ രണ്ട് കാലഘട്ടങ്ങളിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഓവറോൾ നമ്മുടെ ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് 1991 മുമ്പും ശേഷമുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയുടെ ഓവറോൾ രൂപം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം.